രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് എല്ലാ വോട്ടിംഗ് കേന്ദ്രങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിക്കും. പാർലമെന്റിൽ സജ്ജീകരിച്ചിട്ടുള്ള ബൂത്തിൽ എംപിമാരും സംസ്ഥാന നിയമസഭാ മന്ദിരങ്ങളിൽ എംഎൽഎമാരും വോട്ട് രേഖപ്പെടുത്തും. എൻഡിഎ സ്ഥാനാർത്ഥിയായി ബീഹാർ മുൻ ഗവർണർ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മുൻ ലോക്സഭാ സ്പീക്കർ മീരാ കുമാറുമാണ് മത്സരത്തിലുള്ളത്. സന്തോഷ് സാലിംഗ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സാലിംഗ്, ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് നിലവിൽ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJP അടക്കം വലിയ കണക്കുകൂട്ടലുകൾ അതിനുള്ള സാഹചര്യം ഒരുക്കാനൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയം. എങ്ങനെയായിരിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പ്? അതെങ്ങനെയായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക? സൗമ്യ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിലാണ് ഇന്ന് രാജ്യമുള്ളത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആ സർക്കാർ നേരിടുന്ന ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം BJPയിൽ നിന്ന് തന്നെയുള്ള പ്രമുഖ നേതാവിനെ, രാംനാഥ് കോവിന്ദിനെ തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചിരിക്കുന്നത്. ബീഹാറിലെ മുൻ ഗവർണർ എന്നതിനപ്പുറം BJPയുടെ വക്താവ് കൂടിയായിരുന്നു രാംനാഥ് കോവിന്ദ്. രാഷ്ട്രീയ നയങ്ങൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഉയർത്തുന്ന രാഷ്ട്രീയ നയങ്ങൾക്ക് രാഷ്ട്രപതി ഭവനിൽ നിന്ന് വലിയ പിന്തുണ, മറ്റെതിർപ്പുകളൊന്നുമില്ലാത്തൊരു പിന്തുണ നേടിയെടുക്കുകയാണ് രാംനാഥ് കോവിന്ദിലൂടെ NDA ലക്ഷ്യമിടുന്നത്. നിലവിലെ NDAയുടെ കക്ഷി നില അനുസരിച്ച് ജയിക്കാൻ ഏകദേശം 17,000-ൽ അടുത്ത് വോട്ടിന്റെ കുറവ് NDAക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രാംനാഥ് കോവിന്ദിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് NDA നടത്തിയ പ്രചരണങ്ങൾ, NDA നടത്തിയ മറ്റു തന്ത്രങ്ങളിലൂടെ ചില പാർട്ടികളുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് ബീഹാറിൽ മഹാസഖ്യത്തിലെ പ്രമുഖനായ നിതീഷ് കുമാറിന്റെ JDUവിനെ തന്നെ ഒപ്പം കൂട്ടാനായി തമിഴ്നാട്ടിൽ നിന്ന് ജയലളിതയുടെ AIDMKയുടെ ഭിന്നിച്ചു നിൽക്കുന്ന മുഴുവൻ ഗ്രൂപ്പുകളും NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നും YSR കോൺഗ്രസും തെലങ്കാന സമിതിയും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി രാംനാഥ് കോവിന്ദിന് വ്യക്തമായൊരു ഭൂരിപക്ഷം ഉണ്ട്. മീരാ കുമാറാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. 18 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി. അതിനപ്പുറം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമില്ലാത്ത BJDS, ആം ആദ്മി തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണയൊക്കെ മീരാകുമാറിനുണ്ടെങ്കിൽ പോലും ഏകദേശം 34% എത്തുന്നുള്ളൂ. വിപ്പില്ലാത്തത് കൊണ്ട് തന്നെ മറ്റു ഘടകകക്ഷികളിൽ നിന്നും, പ്രത്യേകിച്ച് JDU അടക്കമുള്ളവരിൽ നിന്നും ഒരു പിന്തുണ പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നുമുണ്ട്. 10 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. വിപുലമായ സജ്ജീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 32 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഒരെണ്ണം പാർലമെന്റിൽ, ബാക്കി 31 പോളിംഗ് സ്റ്റേഷനുകളും വിവിധ സംസ്ഥാനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. MPമാർക്ക് പാർലമെന്റിൽ വോട്ട് ചെയ്യാം. അതിൽ ചില MPമാർ സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള MPമാരാണ് ഭൂരിപക്ഷവും, അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MLAമാർ, ഒരാൾ ഒഴിച്ച്, പാറക്കൽ അബ്ദുള്ള ഒഴിച്ച് ബാക്കി എല്ലാവരും കേരള നിയമസഭയിൽ തന്നെ വോട്ട് ചെയ്യും. പാറക്കൽ അബ്ദുള്ള തമിഴ്നാട്ടിലായിരിക്കും വോട്ട് ചെയ്യുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചൊരു പ്രത്യേകത, വോട്ട് മൂല്യം കണക്കാക്കിക്കൊണ്ട് ഇലക്ട്രൽ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഓരോ MPമാരിടുന്ന വോട്ടിനും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 708 മൂല്യം കണക്കാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലാകട്ടെ അവർ പ്രതിനിധീകരിക്കുന്ന ജനസംഖ്യ അനുപാതത്തിലാണ് വോട്ട് കണക്കാക്കുന്നത്. അത് പ്രകാരമാണെങ്കിൽ UPയിൽ നിന്നുള്ള ഒരു MLAയുടെ വോട്ടിനാണ് നിയമസഭാ സാമാജികർക്കിടയിൽ വോട്ട് മൂല്യം കൂടുതൽ, 208. കേരളത്തിൽ നിന്ന് 152 നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്ക് സമാപിക്കും. അതിനുശേഷം വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ. സൗമ്യ. സന്തോഷ് സാലിംഗ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള MLAമാരും ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. നിയമസഭാ സമുച്ചയത്തിൽ രാവിലെ 10 മുതൽ 5 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. സുനിൽ അരമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, കേരളത്തിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്? പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതോടൊപ്പം കേരളവും ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കരുതുന്നത് ഈ ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അങ്ങനെ വളരെ സ്ട്രോങ്ങായ ഒരു നിലപാടൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു സമീപകാലത്ത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സുപ്രധാനമാണ് കേരളത്തിൽ നിന്നുള്ള വോട്ടുകൾ? എങ്ങനെയാണ് സജ്ജീകരണങ്ങൾ?
സൗമ്യ, പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് 10 മണിക്കാണ്. സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അതാത് നിയമസഭാ മന്ദിരത്തിലാണ് വോട്ടിങ്ങിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെയാണ് ഈ പോളിംഗിന് കംപ്ലീറ്റ് ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിയമസഭയിൽ 10 മണിക്ക് തന്നെ വോട്ടിങ്ങിനുള്ള നടപടികൾ ആരംഭിക്കും. ബൂത്തുകൾ ഒരു ബൂത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ഹാൾ പ്രത്യേകിച്ച്, അതായത് നിയമസഭയുടെ 2ാം നിലയിൽ ഒരു ഹാളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. കേരളത്തിലാകെ 140 ജനപ്രതിനിധികളാണ് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളായിട്ടുള്ളത്. ഇതിൽ വേങ്ങര, മലപ്പുറം ജില്ലയിലെ വേങ്ങര കുഞ്ഞാലിക്കുട്ടി MP ആയി മത്സരിച്ച് പോയ ശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 139 അവശേഷിക്കുന്നത്. MLA പാറക്കൽ അബ്ദുള്ള ഇവിടെ തലസ്ഥാനത്തെത്തി വോട്ട് രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ വരുമ്പോൾ ബാക്കി 138 MLA-മാരും നിയമസഭാ മന്ദിരത്തിൽ പ്രത്യേക ബൂത്തിലായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. ഇവിടെ ഒരു വോട്ടിന്റെ മൂല്യമെന്ന് പറയുന്നത് 152 ഒരാൾ BJP-യുടെ പ്രതിനിധിയായി തന്നെ നിയമസഭയിലുണ്ട്, O രാജഗോപാൽ. O രാജഗോപാലിന്റെ വോട്ടിംഗ് മൂല്യം നോക്കുമ്പോൾ 152. അത് NDA സ്ഥാനാർത്ഥിക്കായിരിക്കും പോവുക. മറ്റ് എല്ലാവരും നേരത്തെ ഉണ്ടാക്കിയ ഒരു ഭരണപക്ഷ പ്രതിപക്ഷ ധാരണ അനുസരിച്ച് മറ്റ് 137 പേരും വോട്ട് ചെയ്യുക മീരാകുമാറിനായിരിക്കും. അപ്പോൾ മീരാകുമാറിന് അത്രയും വോട്ട് സംസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ്. ആ മൂല്യം നമ്മൾ അത്തരത്തിൽ കണക്കാക്കുമ്പോൾ ഏകദേശം 21,128 എന്നുള്ള ഒരു മൂല്യമായിരിക്കും സംസ്ഥാനത്തിൻ്റെ വകയായി ഈ സ്ഥാനാർത്ഥിക്ക്, പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മീരാകുമാറിന് ലഭിക്കുക എന്നുള്ളത്. NDA സ്ഥാനാർത്ഥിയായ രാം കോവിന്ദിന് ലഭിക്കുക BJP-യുടെ പ്രതിനിധി കൂടിയായ O രാജഗോപാലിൻ്റെ വോട്ടായിരിക്കും. ഇവിടെ MP-മാർ, കേരളത്തിൽ നിന്നുള്ള MP-മാർ എല്ലാവരും ദില്ലിയിൽ തന്നെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവിടെ ആരും വോട്ട് രേഖപ്പെടുത്തുന്നില്ല. എല്ലാവരും ദില്ലിയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇതിനകത്ത് വിപ്പ് ഇല്ലാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വോട്ട് മാറി മറിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ഏതെങ്കിലും നേതാക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടമനുസരിച്ച് മാറി ചെയ്താൽ അത് വിപ്പ് എന്നുള്ള ഒരു നിയമപ്രശ്നം വരാത്തത് കൊണ്ട് അത്തരത്തിലും ചിലപ്പോൾ പിന്തുണ മാറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും 10 മണിക്ക് തന്നെ വോട്ടിംഗ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. 5 മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം. 5 മണിക്ക് ശേഷം ഈ ബാലറ്റ് പെട്ടി സീൽ ചെയ്ത ശേഷം ദില്ലിയിലേക്ക് കൊണ്ടുപോകും. 20-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അതിനുശേഷം രാഷ്ട്രപതി ആരാണ് എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.